നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. DCC സ്പെഷ്യൽ ജനറൽ ബോഡി കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ആവേശം വീണ്ടെടുക്കണമെന്ന് ആഹ്വാനം. വരുന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ശശി തരൂരിന്റെ നടപടികൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫ്. PV അൻവറിന്റെ കോൺഗ്രസ് പ്രവേശം ചർച്ചയായിട്ടില്ല. മുഖ്യമന്ത്രിയാകാൻ എല്ലാവരും യോഗ്യർ. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അവാർഡ് പാല ഗവൺമെന്റ് ജനറൽ ആശുപത്രിക്ക്. കമന്റേഷൻ അവാർഡിൽ കേരളത്തിൽ നിന്നും 4ാം സ്ഥാനം. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം തുടങ്ങി. ഒരു വർഷം നീളുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് 120 വിദ്യാർത്ഥികൾ. 15 ദിവസത്തെ ക്ലാസുകളും 4 പഠനയാത്രകളും. വാർത്തകൾ വിശദമായി. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ആവേശം വീണ്ടെടുക്കണമെന്ന ആഹ്വാനവുമായി DCC സ്പെഷ്യൽ ജനറൽ ബോഡി കോട്ടയത്ത്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണെന്നും അതിൽ തോറ്റാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. KPCC നേതൃത്വം പങ്കെടുത്ത DCC സ്പെഷ്യൽ ജനറൽ ബോഡി സമരസംഗമം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ഉറപ്പാക്കണമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. യോഗത്തിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് അധ്യക്ഷനായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, UDF കൺവീനർ അടൂർ പ്രകാശ് MP, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ MLA, PC വിഷ്ണുനാഥ് MLA, നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ആന്റോ ആന്റണി MP, KC ജോസഫ്, PA സലീം, ജോസി സെബാസ്റ്റ്യൻ, ജോസഫ് വാഴക്കൻ, VP സജീന്ദ്രൻ, ടോമി കല്ലാനി, ജോഷി ഫിലിപ്പ്, ഫിൽസൺ മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനമായ ജൂലൈ 18-ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പൊതുയോഗത്തെ സംബന്ധിച്ചുള്ള ആലോചന യോഗവും നടന്നു. യോഗത്തിന് ശേഷം നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ജില്ലാ കോർ കമ്മിറ്റി യോഗവും ചേർന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശശി തരൂരിന്റെ നടപടികൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയാകാൻ ആർക്കും അയോഗ്യതയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശശി തരൂരിന്റെ നടപടികൾ AICC ശ്രദ്ധിക്കുന്നുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തരൂരിന്റെ കാര്യത്തിൽ AICC ഉചിതമായ തീരുമാനം എടുക്കും. കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂര്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ AICC ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ഉചിതമായ സമയത്ത് ആ കാര്യങ്ങളിൽ AICCയുടേതായ ഇടപെടലുണ്ടാവും. മുഖ്യമന്ത്രിയാകാൻ ആർക്കും അയോഗ്യതയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. PV അൻവറുമായി സഹകരിക്കുന്ന കാര്യം ഇതുവരെ കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും അൻവർ ഇല്ലാതെ തന്നെ മലപ്പുറത്തടക്കം പാർട്ടി ശക്തമാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. ഇല്ല, ഇന്നലെ മുനീർ സാഹിബ് ഉണ്ടായിരുന്നു, കുഞ്ഞാലി സാഹിബ് ഉണ്ടായിരുന്നു, അതുപോലെ മറ്റു നേതാക്കന്മാർ PMA സലാം ഉണ്ടായിരുന്നു, മജീദ് സാഹിബ് ഉണ്ടായിരുന്നു. അവരാരും ഉന്നയിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഈ മുന്നണി വളരെ ശക്തമാണ്. നിലമ്പൂർ ഉൾപ്പെടെ സുശക്തമാണ്. മലപ്പുറം ജില്ലയിൽ കൂടുതൽ ശക്തമാണ്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ പ്രബലരായ നേതാക്കളാണെന്നും ഗ്രൂപ്പ് അല്ല പാർട്ടിയാണ് ശക്തിപ്പെടേണ്ടതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാ കാലത്തേക്കാളും ഐക്യത്തിലാണ് കോൺഗ്രസ് പാർട്ടിയെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല ജനറൽ ആശുപത്രിക്ക് ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പ അവാർഡ്. കമന്റേഷൻ അവാർഡിൽ കേരളത്തിൽ നിന്നും 4ാം സ്ഥാനവും പാല ജനറൽ ആശുപത്രി കരസ്ഥമാക്കി. 2025 ആരോഗ്യ വകുപ്പിന്റെ സംസ്ഥാന കായകൽപ്പ അവാർഡിൽ പാല K മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി കോട്ടയം ജില്ലയിൽ 1ാം സ്ഥാനവും കമന്റേഷൻ അവാർഡിൽ കേരളത്തിലെ 4ാം സ്ഥാനവും കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷം കമന്റേഷൻ അവാർഡ് കരസ്ഥമാക്കിയ പാല ജനറൽ ആശുപത്രി ഇപ്രാവശ്യം വളരെ ഉയർന്ന ഗ്രേഡോടെ കോട്ടയം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക ജനറൽ ഹോസ്പിറ്റലായി. അഭിമാനകരമായ നേട്ടമാണ് ആശുപത്രി നേടിയിരിക്കുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നഗരസഭാധ്യക്ഷൻ തോമസ് പീറ്ററും സൂപ്രണ്ട് TP അഭിലാഷും പറഞ്ഞു. നിരവധിയായ ഘടകങ്ങൾ പരിശോധിച്ചാണ് അവാർഡിന് പരിഗണിച്ചത്. ആശുപത്രിയിലെ വിവിധ ചികിത്സാ വിഭാഗങ്ങളുടെയും ഡോക്ടർമാരുടെയും മുഴുവൻ ആരോഗ്യ പ്രവർത്തകരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണിതെന്ന് അവർ പറഞ്ഞു. വലിയ രോഗീ സൗഹൃദ വികസന പദ്ധതികളാണ് ഈ വർഷം നടപ്പാക്കുന്നതെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഈ വർഷത്തെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിഭാധനരായ കുട്ടികളെ കൂടുതൽ അറിവിലേക്ക് നയിക്കുകയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ലക്ഷ്യം.
കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ 2025-26 വർഷത്തെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. USS പരീക്ഷ പാസ്സായ 8, 9, 10 ക്ലാസുകളിലെ 40 കുട്ടികൾ വീതം 120 കുട്ടികളാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൽ ഉള്ളത്. പൊൻകുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി DEO റോഷ്ന അലിക്കുഞ്ഞ് അധ്യക്ഷയായി. സ്മിത ശങ്കർ, അജാസ് വാരിക്കാടൻ, നിയാസ് MH തുടങ്ങിയവർ പങ്കെടുത്തു. നാനോ മെറ്റീരിയൽസ് റീസെന്റ് അഡ്വാൻസസ് എന്ന വിഷയത്തിൽ MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ക്ലാസ് എടുത്തു. നമുക്ക് ആറ്റംസിനെയും മോളിക്യൂൾസിനെയും നമ്മൾ കണക്ട് ചെയ്തിട്ട് we can make a large number of nanostructures. But പ്രതിഭാധനരായ കുട്ടികളെ കൂടുതൽ ക്ലാസുകളും പഠനയാത്രകളും നടത്തി കൂടുതൽ അറിവിലേക്ക് എത്തിക്കുകയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് കോർഡിനേറ്റർ രാജേഷ് കെ രാജു പറഞ്ഞു. പ്രതിഭാധനരായിട്ടുള്ള കുട്ടികളെ കൂടുതൽ ക്ലാസുകളും പഠനയാത്രകളും പ്രോജക്റ്റുകളൊക്കെ വെച്ച് കൂടുതൽ അറിവിലേക്ക് ഇവരെത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. നമ്മുടെ ഈ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും USS സ്കോളർഷിപ്പ് പാസ്സായി പ്രതിഭാധനരായിട്ടുള്ള കുട്ടികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവർക്കിനി 15 ദിവസത്തോളം 30 ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം 4 പഠനയാത്രകൾ, പിന്നെ ഈ ആനുകാലിക പ്രസക്തിയുള്ള വിവിധ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് കുട്ടികളെ സഹായിക്കുന്നു. അങ്ങനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം. പ്രതിഭാധനരായ കുട്ടികൾക്ക് കൂടുതൽ ക്ലാസ്സുകളും കൂടുതൽ പഠനയാത്രകളൊക്കെ നടത്തിക്കൊണ്ട് അവർക്ക് കൂടുതൽ അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മരണയ്ക്കായി രവീന്ദ്ര ഉത്സവം ആഘോഷിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മരണയ്ക്ക് രവീന്ദ്ര ഉത്സവം ആഘോഷിച്ചു. കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി രവീന്ദ്ര ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാപനത്തിൽ ഒരു സമൂഹം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു ആവശ്യം മുന്നിൽ വെച്ചു. ഒരു മിനി സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള ഒരു 200 മീറ്ററിൻ്റെ ട്രാക്ക് അടക്കമുള്ള സൗകര്യം ഒരുപാട് നാഷണൽ ഇവൻസ് നടക്കുന്ന കേന്ദ്രമാണ്, അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എൻ്റെ വകുപ്പിൻ്റെ കാര്യം അല്ലെങ്കിൽ പോലും ഞാൻ എല്ലാ വകുപ്പുകളിലും ഒരുപാട് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശ്രീ ഫ്രാൻസിസ് ജോർജിനും അറിയാം. തീർച്ചയായിട്ടും ആ നിവേദനം ഫ്രാൻസിസ് ജോർജ് വഴി എനിക്ക് എത്തിക്കുക, ഒരു കോപ്പി മൻസുഖ് മണ്ഡലിയേക്കും കൊടുക്കുക. സ്പോർട്സ് വകുപ്പിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ രാജേഷ് കുമാർ നിർമ്മിച്ച രവീന്ദ്രനാഥ് ടാഗോറിന്റെ പൂർണ്ണകായ പ്രതിമ കേന്ദ്രമന്ത്രി അനാച്ഛാദനം ചെയ്തു. കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, സ്കൂൾ പ്രിൻസിപ്പൽ ജോളി വിൻസെന്റ്, വൈസ് പ്രിൻസിപ്പൽ AT ശശി, പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമൻകുട്ടി, വാർഡ് മെമ്പർ സാറാമ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ടാഗോറിന്റെ ജീവിതവും മൂല്യങ്ങളും എക്കാലവും വിദ്യാർത്ഥികളുടെ ഓർമ്മയിലേക്ക് പകർന്നു നൽകാൻ ശില്പം വഴിയൊരുക്കുന്നു. ഇതോടൊപ്പം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രവീന്ദ്ര ഉത്സവത്തിൽ കവിതാ പാരായണം, സെമിനാർ, പ്രസംഗ മത്സരം, ഉപന്യാസ രചന, ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നവഗ്രഹ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. നാളെ പകൽ 11-നും 12-നും ഇടയിലാണ് നവഗ്രഹ വിഗ്രഹ പ്രതിഷ്ഠ. ശബരിമലയിലെ പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി നട തുറന്നു. ഞായറാഴ്ച പകൽ 11-ന് കന്നിരാശി മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടക്കും. മാളികപ്പുറം ക്ഷേത്രത്തിന് മുന്നിൽ കിഴക്കുവടക്ക് ഭാഗത്തായാണ് പുതുതായി നവഗ്രഹ ക്ഷേത്രം നിർമ്മിച്ചത്. നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന പ്രശ്നവിധി അനുസരിച്ചാണ് നിർമ്മാണം
നിർമ്മാണം പൂർത്തിയാക്കിയത്. ചെങ്ങന്നൂർ തട്ടാവിള TS മഹേഷ് പണിക്കരുടെ നേതൃത്വത്തിൽ 25 ജോലിക്കാർ നിർമ്മാണത്തിൽ പങ്കാളികളായി. 12 ടൺ ഭാരമുള്ള 4 കൃഷ്ണശിലകളിൽ ക്ഷേത്രത്തിന്റെ പഞ്ചവർഗത്തറയും പീഠവും കൊത്തിയെടുത്തു. ഒറ്റശിലയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചതെങ്കിലും സന്നിധാനത്തേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് 4 ഭാഗങ്ങളാക്കി കൊണ്ടുവന്ന ഒരു ശിലാരൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു. 600 ക്യൂബിക് അടി നിലമ്പൂർ തേക്ക് തടിപ്പണികൾക്ക് ഉപയോഗിച്ചു. 28 കഴുക്കോലുകളാണ് ക്ഷേത്രത്തിനുള്ളത്. മേൽക്കൂര ചെമ്പ് പൊതിഞ്ഞ് മനോഹരമാക്കിയിട്ടുണ്ട്. ചെമ്പിലും മനോഹരമായ ചിത്രപ്പണികൾ ചേർത്തു. 1 മാസത്തിലധികം എടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ഞായറാഴ്ച രാത്രി 10 മണിക്ക് ശബരിമല ക്ഷേത്രനട അടയ്ക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇരുവൃക്കകളും തകരാറിലായി ജീവന് മല്ലടിക്കുന്ന കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം സ്വദേശിനി തുഷാരയുടെ ചികിത്സയ്ക്കായി നാട് ഒന്നിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടക്കും. തുഷാരയ്ക്ക് വൃക്ക നൽകാൻ അമ്മ തയ്യാറാണെങ്കിലും സാമ്പത്തികമില്ലാത്തത് ഈ കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജന്റെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. കാനറ ബാങ്ക് കാഞ്ഞിരപ്പള്ളി ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമിയും ഫെഡറൽ ബാങ്കും സംയുക്തമായി സീഡ് പദ്ധതിയുടെ ഭാഗമായി അധ്യാപക ശില്പശാല പൊൻകുന്നത്ത് നടത്തി. പാലാ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകർക്കായാണ് ശില്പശാല നടത്തിയത്. പൊൻകുന്നം ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ഗിഫ്റ്റി ജോൺ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി DEO റോഷ്ന് അലിക്കുഞ്ഞ്, മാതൃഭൂമി ഡെപ്യൂട്ടി ചീഫ് മാനേജർ അജിത് കുമാർ K തുടങ്ങിയവർ പങ്കെടുത്തു. സതീഷ് കുമിൽ, രാജേഷ് കുമാർ K എന്നിവർ ക്ലാസ് എടുത്തു. കുട്ടികളെ പഠിക്കാൻ ഇന്ത്യയിൽ കുറേ സമയം നമ്മൾ ഫേസ്ബുക്കിലും അല്ലെ സോഷ്യൽ മീഡിയയിലും നമ്മൾ എത്ര സമയം ഇന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കാത്ത അവസ്ഥയിൽ കൂടിയാണ്. ഇതൊക്കെ പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ തന്നെ. എന്നാൽ നമ്മൾ ഒന്ന് കുളിക്കാൻ നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആദ്യം നമ്മൾ എടുത്ത് നോക്കുന്ന ഫോണായിരിക്കില്ലേ? ആ സമയം കൊണ്ട് ആരെങ്കിലും വിളിച്ചോ, മെസ്സേജ് അയച്ചോ, സ്റ്റാറ്റസ് ഇട്ടുണ്ടെങ്കിൽ എത്ര പേര് കണ്ടു, ഫോട്ടോ തന്നെ എത്ര പേര് ലൈക്ക് ചെയ്തു എന്നൊക്കെ നമുക്ക് എന്തുണ്ട് ആകാംക്ഷ എല്ലാം ഉണ്ട്. നമ്മളെ നോക്കിയിരിക്കും. അപ്പോൾ കുട്ടികളും അത്തരം എന്താ പറയുന്നത് സോഷ്യൽ മീഡിയ സംഭവങ്ങളിൽ വളരെയധികം ആകർഷകരാകുന്ന. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം തിങ്കളാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് വിഗ്രഹ ദർശനം. കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം ജൂലൈ 14-ന് വിശേഷാൽ പൂജകൾ, ധാരാനാമജപം, മഹാപ്രസാദകൂട്ട് എന്നീ ചടങ്ങുകളോടെ നടക്കും. ക്ഷേത്രം തന്ത്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി മനോജ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ അഭീഷ്ടകാര്യസിദ്ധി, വിദ്യാവിജയം, വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമാംഗല്യത്തിനും സർവ്വദുരിതങ്ങൾ നീക്കുന്നതിനും ഉത്തമമായ സങ്കേതമാണ്. വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര, അഷ്ടമീക്ഷകം, ചന്ദനം ചാർത്ത്, ഉമാമഹേശ്വര പൂജ, സ്വയംവരാർച്ചന, വിദ്യാഗോപാല മന്ത്രാർച്ചന, ചതുർശ നിവേദ്യം എന്നീ വഴിപാടുകൾ പ്രധാനവുമാണ്. തിങ്കളാഴ്ച പുലർച്ചെ 5-ന് നട തുറക്കും. വിശേഷാൽ പൂജകൾ, അഭിഷേകനങ്ങൾ എന്നിവയും നടക്കും. വിഗ്രഹ ദർശന സമയമായ ഉച്ചകഴിഞ്ഞ് 2:30-ന് വിശേഷാൽ ദീപാരാധനയും ഉണ്ടാകും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്തജനങ്ങൾ സമർപ്പിച്ച ഉൽപ്പന്നങ്ങളിൽ തയ്യാറാക്കിയ മഹാപ്രസാദകൂട്ടിന് 501 പറ അരിയുടെ വിഭവങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ജൂലൈ 24-ന് രാവിലെ 5 മുതൽ ക്ഷേത്രക്കടവിൽ കീച്ചേരിൽ നാരായണ നായരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കർക്കിടക വാവുബലിയും നടക്കും. അന്നേ ദിവസം ക്ഷേത്രത്തിൽ തിലഹോമവും നമസ്കാരവും കോട്ട നമസ്കാരവും വിഷ്ണുപൂജ എന്നിവയും നടക്കും. ആഘോഷ ചടങ്ങുകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. DCC സ്പെഷ്യൽ ജനറൽ ബോഡി കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ആവേശം വീണ്ടെടുക്കണമെന്ന് ആഹ്വാനം. വരുന്ന തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. ശശി തരൂരിന്റെ നടപടികൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ സണ്ണി ജോസഫ്. PV അൻവറിന്റെ കോൺഗ്രസ് പ്രവേശം ചർച്ചയായിട്ടില്ല. മുഖ്യമന്ത്രിയാകാൻ എല്ലാവരും യോഗ്യർ. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പം അവാർഡ് പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിക്ക്. കമന്റേഷൻ അവാർഡിൽ കേരളത്തിൽ നിന്നും 4ാം സ്ഥാനം. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം തുടങ്ങി. 1 വർഷം നീളുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് 120 വിദ്യാർത്ഥികൾ. 15 ദിവസത്തെ ക്ലാസുകളും 4 പഠനയാത്രകളും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.